പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമുക്ക് ദൈവവചനത്തിന്റെ മുൻപിലേക്ക് കടന്നു വരുവാൻ കർത്താവ് തന്ന അവസരത്തിനും അനുവാദത്തിനുമായി വലിയവനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമുക്ക് അവനെ സ്തോത്രം ചെയ്യാം. വേദപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നിന്നുള്ള ഒരു ചിന്തയാണ്. നമുക്കത് എടുക്കാം. വെളിപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം ഒരു വാക്യം വായിച്ച് നമുക്ക് ആരംഭിക്കാം. 11-ാമത്തെ വാക്യം, 20:11 ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിന്മേൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, കരുണയുള്ള കർത്താവേ, ഇന്നത്തെ ശുശ്രൂഷ അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി സമർപ്പിക്കുകയാണ്. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളെ നിന്റെ വചനത്തിന്റെ പരിജ്ഞാനത്തിൽ നടത്തുകയും നയിക്കുകയും ചെയ്യണമേ. കർത്താവെ, നീ ഞങ്ങളുടെ ഗുരുവായിരുന്നു ഞങ്ങളെ നീ പഠിപ്പിക്കണം. കർത്താവ് മഹത്വം എടുക്കണം. യേശുവിൻ നാമത്തിൽ അടിയൻ ആരംഭിക്കട്ടെ. സന്ദേശം നീ തരണമേ. അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഞാൻ വലിയൊരു വെള്ളസിംഹാസനം, നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കത് കാണാം. വെള്ളസിംഹാസനം, മേഘമണ്ഡലം എന്ന് എഴുതിയിരിക്കുന്നതിന്റെ താഴെ വെള്ള നിറത്തിലൊരു കസേര ഇട്ടിട്ടുണ്ട്. അതാണ് വെള്ളസിംഹാസനം. അവിടേക്ക് കുറെ ആരോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഏറിയ അതാണ്. അപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഒലിവുമലയിലേക്ക് കർത്താവ് വരുന്നതാണ് ഇവിടെ കാണുന്ന ആ ചതുരത്തിന്റെ ശേഷം കാണുന്നത്. ഒലിവുമലയിലേക്ക് കർത്താവ് സകല പരിവാരങ്ങളുമായിട്ട് ഇറങ്ങി വരുന്നു. അവിടെ ഒരു സിംഹാസനം നമുക്ക് കാണാം. അതാണ് നമ്മൾ തേജസ്സിന്റെ സിംഹാസനം എന്ന് പറഞ്ഞത്. അതിന്റെ ശേഷം സഹസ്രാബ്ദ വാഴ്ച, 1000 സംവത്സരം സഹസ്രാബ്ദ വാഴ്ച. അത് കഴിഞ്ഞിട്ട് ഒരു മഞ്ഞ കളറും ചുവപ്പ് കളറും കൂടി കൊടുത്തിട്ടുണ്ട്. അതാണ് ഭൂമിയെ ശോധന ചെയ്യുന്നത്. ഭൂമിയെ പന്തം പോലെ കത്തിക്കുന്നു. അതിനോടനുബന്ധിച്ച് പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉടലെടുക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വെള്ളസിംഹാസനം. ആ വെള്ളസിംഹാസനത്തെ സംബന്ധിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. 20-ാം അധ്യായം നമ്മൾ എടുത്തല്ലോ. അതിൽ പ്രധാനമായും 3 വിഷയങ്ങളാണ് 20-ാം അധ്യായത്തിൽ ഉള്ളത്. ഒന്ന്, സാത്താനെ ബന്ധിക്കുന്നു. നമ്മളത് പറഞ്ഞതാണ്, പഠിച്ചതാണ്. 2, സാത്താനെ അഴിച്ചുവിടുന്നു. 3, വെള്ളസിംഹാസനത്തിന്റെ മുൻപിലുള്ള ന്യായവിധി. 1-ാം വാക്യത്തിൽ സാത്താനെ ബന്ധിക്കുന്നത് കാണാം. 7-ാം വാക്യത്തിൽ സാത്താനെ അഴിച്ചുവിടുന്നത് സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. 11-ാം വാക്യത്തില് വെള്ളസിംഹാസനത്തെ കുറിച്ചും പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് വെളിപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതില് ആദ്യ ഭാഗങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു പോന്നതാണ്. ഞാൻ നേരെ വെള്ളസിംഹാസനത്തിലെ ന്യായവിധിയിലേക്ക് വരികയാണ്. 20-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം മുതൽ. ഞാൻ വലിയൊരു വെള്ളസിംഹാസനം അതിന്മേൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തര് അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്യിൽ തള്ളിയിട്ടു.
ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. നമ്മൾ ധാരാളം വട്ടം വായിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്. ഇവിടെ വലിയ വെള്ളസിംഹാസനം, ഞാൻ വലിയൊരു വെള്ളസിംഹാസനം, വലിയൊരു വെള്ളസിംഹാസനം എന്ന് പറയുന്നതിനാൽ ആ ന്യായവിധിയുടെ വ്യാപ്തി, അതിൻ്റെ വിശാലത എത്രമാത്രമാകുന്നു എന്ന് അത് സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ വെള്ളസിംഹാസനം എന്ന് പറയുന്നതിനാൽ അതിൽ ഇരിക്കുന്നവന്റെ വിശുദ്ധിയും ന്യായവിസ്താരത്തിന്റെ സ്വഭാവത്തെയും കാണിക്കുന്നതാണ് വെള്ളസിംഹാസനം എന്ന പ്രയോഗം. രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. വലിയൊരു വെള്ളസിംഹാസനം എന്ന് പറയുന്നത് ആ സിംഹാസനത്തിൽ വിസ്തരിക്കപ്പെടുന്ന അല്ലെങ്കിൽ വിധിക്കപ്പെടുന്ന ന്യായവിധിയുടെ വ്യാപ്തി പ്രാപചനിക ലൈനിൽ 5 ന്യായവിധികളാണ് വേദപുസ്തകത്തിലുള്ളത്. 5-ാമത്തേതാണിത്. അത് കൂടാതെ 2 കൂടിയുണ്ട്. അതൊരു പ്രവചന വിഷയത്തിന്റെ ഭാഗമല്ല. ഈ 5-ാമത്തെ ന്യായവിധി അല്ലെങ്കിൽ അവസാനത്തെ ന്യായവിധി, അതാണ് ഏറ്റവും വലിയ ന്യായവിധി. കായീൻ മുതലുള്ള സകല ദുഷ്ടന്മാർക്കും ന്യായവിധി കൽപ്പിക്കുന്നത് ഇവിടെയാണ്. കായീൻ മുതലുള്ള സകല ദുഷ്ടന്മാർക്കും ന്യായവിധി കൽപ്പിക്കുന്നത് വെള്ളസിംഹാസനത്തിലാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ദുഷ്ടന്മാരുടെ പുനരുത്ഥാനം ഒന്നേ ഉള്ളൂ, ഒരിക്കലേ ഉള്ളൂ. ഒന്നേ ഉള്ളൂ, ഒരിക്കലേ ഉള്ളൂ. ദുഷ്ടന്മാർ ഒരിക്കൽ മാത്രമായിട്ട് പുനരുദ്ധാനം ചെയ്യുന്നു. അത് എവിടേക്കാണ്? അത് ഈ വെള്ളസിംഹാസനത്തിലേക്കാണ്. എന്നാൽ നീതിമാന്മാർ ഒരിക്കലല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. ദുഷ്ടന്മാരെ നമ്മൾ എണ്ണുമ്പോൾ കായീൻ മുതലാണ് നമ്മൾ എണ്ണുന്നത്. വിശുദ്ധന്മാരെ, നീതിമാന്മാരെ നമ്മൾ എണ്ണുമ്പോൾ ആദാം മുതലാണ് നമ്മൾ എണ്ണുന്നത്. ഇവിടെ കായീൻ മുതലുള്ള സകല ദുഷ്ടന്മാരും ഈ വെള്ളസിംഹാസനത്തിന്റെ മുൻപിൽ വരുന്നു. ആ ന്യായവിസ്താരത്തിന്റെ സ്വഭാവം, അതിലിരിക്കുന്നവന്റെ പവിത്രത, ഇതെല്ലാം കാണിക്കുന്നതാണ് വെള്ളസിംഹാസനം എന്ന പ്രയോഗം. അതിലിരിക്കുന്ന ന്യായാധിപൻ യേശുക്രിസ്തു തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 22-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ, പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു എന്ന് നാം അവിടെ വായിക്കുകയാണ്. അപ്പൊ പിതാവല്ല ന്യായം വിധിക്കുന്നത്, ന്യായവിധി എല്ലാം അവൻ ആരെ ഏൽപ്പിച്ചിരിക്കുന്നു? പുത്രനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. സകല ദുഷ്ടന്മാരെയും കൂടാതെ അവിടെ ആരുകൂടി ഉണ്ട്? സഹസ്രാബ്ദ വാഴ്ചയിലെ നീതിമാന്മാരായവരും അവിടെ ഉണ്ട്. നമ്മളവിടെ ഉണ്ടല്ലോ. ആദാം മുതലുള്ള
സകല വിശുദ്ധന്മാരും മഹത്വ ശരീരികളായി മഹത്വ രൂപികളായി അവിടെയുണ്ട്. ആദാം മുതൽ ക്രിസ്തു വരെയുള്ള സകല വിശുദ്ധന്മാരും, പെന്തക്കോസ്തി മുതൽ ഉൽപ്രാപണം വരെയുള്ള സകല വിശുദ്ധന്മാരും, സഹസ്രാബ്ദ വാഴ്ചയിലെ നീതിമാന്മാരുണ്ട്. സഹസ്രാബ്ദ വാഴ്ചയിലെ നീതിമാന്മാർ എന്ന് പറയുന്നത് മഹാപീഡന കാലത്ത് അന്തിക്രിസ്തുവിന്റെ 666 എന്നുള്ള മുദ്രയേൽക്കാതെ രക്തസാക്ഷികളായി മരിച്ചുപോയവരും, അന്തിക്രിസ്തുവിന്റെ മുദ്രയേൽക്കാതെ യഹോവയെ പ്രതി, ദൈവത്തെ പ്രതി അന്തിക്രിസ്തുവിനോട് എതിർത്ത് നിന്നവരും ആയിട്ടുള്ള യഹൂദന്മാരും, പീഡകളിലൂടെ കടന്നുപോയ യഹൂദന്മാരെ സഹായിച്ച ജാതികളും, ഇവർ സഹസ്രാബ്ദ വാഴ്ചയിലേക്ക് പ്രവേശിക്കുന്നു. കൂടാതെ ക്രിസ്തു സഹസ്രാബ്ദ വാഴ്ചയിൽ രാജാവാകുമ്പോൾ ക്രിസ്തുവിന്റെ രാജ്യത്വം അംഗീകരിക്കുന്ന സകല ജനങ്ങളും, കൂടാതെ മഹത്വ ശരീരികളായ ആദാം മുതലുള്ള സകല വിശുദ്ധന്മാർ, ഇങ്ങനെയൊരു വലിയ കൂട്ടം ജഡശരീരികളും മഹത്വ ശരീരികളും ഒരുമിച്ചായിരിക്കുന്ന കാലഘട്ടമാണ് സഹസ്രാബ്ദ വാഴ്ച. അതിന്റെ അവസാനം വെള്ളസിംഹാസനത്തിലെ ന്യായവിധിയിലേക്ക് സകല ദുഷ്ടന്മാരെയും കൂട്ടും. കൂടാതെ തേജസ്സിന്റെ സിംഹാസനം വരെയുള്ള പിന്നിട്ട ന്യായവിധികളെ അഭിമുഖീകരിക്കാത്ത സകലരെയും അന്ത്യന്യായവിധിയിലേക്ക് കൂട്ടും. അതിൽ നീതിമാന്മാരായിട്ടുള്ള സഹസ്രാബ്ദ വാഴ്ചയിലെ നീതിമാന്മാരായിട്ടുള്ളവരും ഉണ്ട്. അപ്പൊ വെള്ളസിംഹാസനത്തിൽ ന്യായവിധിക്ക് വേണ്ടി വരുന്നവർ ആരെല്ലാം? വെള്ളസിംഹാസനത്തിലെ ന്യായവിധിക്ക് വേണ്ടി വരുന്നവരാരെല്ലാം? ഉത്തരം, കായീൻ മുതൽ ഈ ഭൂമിയിൽ ജനിച്ചു വളർന്നിട്ടുള്ള സകല ദുഷ്ടന്മാര്, കൂടാതെ സഹസ്രാബ്ദ വാഴ്ചയിലെ നീതിമാന്മാരും വെള്ളസിംഹാസനത്തിന്റെ മുൻപിൽ ഉണ്ടാകും. 21 അധ്യായം 1 വാക്യത്തില് പുതിയ ആകാശവും പുതിയ ഭൂമിയും വെളിപ്പെടുന്നതായി നമ്മൾ കാണുന്നുണ്ട്. പഴയ ഭൂമിയും പഴയ ആകാശവും കർത്തൃസന്നിധിയിൽ നിന്ന് ഓടിപ്പോയതായി 21 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. കർത്താവിന്റെ മഹാപ്രഭാവത്തെയാണ് ഇത് കാണിക്കുന്നത്. മനുഷ്യന്റെ ദുഷ്ടതയ്ക്ക് ദൃക്സാക്ഷികളായ ആകാശത്തെയും ഭൂമിയെയും ദൈവം വിളിക്കുന്നതായി 50-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യത്തിൽ കാണാം. 50-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യം ഇങ്ങനെയാണ്. ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. അപ്പോ ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോയ ആകാശവും ഭൂമിയും മനുഷ്യന്റെ ദുഷ്ടതയ്ക്ക് തെളിവായി ദൈവം വേണ്ടി വന്നാൽ വിളിച്ചു വരുത്തും. ഇന്നത്തെ സാക്ഷികൾ നിൽക്കുന്ന നിൽപ്പിൽ മൊഴി മാറുന്നവരാണ്, കള്ളസാക്ഷ്യം പറയുന്നവരാണ്. തുലാങ്ങൾ ഉത്തരം പറയും.
കെട്ടിടത്തിന്റെ പണികൾ തെളിവുകൾ ഹാജരാക്കും. ദൈവത്തിന്റെ പ്രവാചകൻ വെളിപ്പെടുന്നതനുസരിച്ച് മനുഷ്യന്റെ സകല തെറ്റുകൾക്കുമുള്ള പക്ക പ്രൂഫ് സ്വർഗത്തിലുണ്ട്, കർത്താവിന്റെ കരങ്ങളിലുണ്ട്. ആകയാൽ സാക്ഷി പറയേണ്ട ആവശ്യം വരുമ്പോൾ അവയെ സാക്ഷി വിസ്താരത്തിന് വിളിക്കുന്ന സമയം വരെയും അവ തൽക്കാലം മാറി നിൽക്കുകയാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. മനുഷ്യൻ പിടിച്ചടക്കുവാൻ ശ്രമിക്കുന്ന ഭൂമിയും അവൻ കയറി ചെല്ലാൻ കൊതിക്കുന്ന ആകാശവും അവനെ കൈവെടിയുമെന്ന് നമുക്ക് വളരെ കൃത്യമായി ഇതിലൂടെ മനസ്സിലാക്കാം. ചൊവ്വയിൽ താമസം തുടങ്ങാൻ ഭൂമണ്ഡലങ്ങളിലെ ആകാശമണ്ഡലങ്ങളിലെ വിവിധ ഗ്രഹങ്ങളിൽ താമസിക്കാൻ വല്ല സാധ്യതയുമുണ്ടോ എന്ന് ആരായുന്ന കാലം, അതിനുവേണ്ടി കോടികൾ വലിച്ചെറിയാൻ കഴിവുള്ള സമ്പന്നർ, എന്നാൽ ആകാശത്ത് പോയി കൂടാരം വെച്ചാലും ലോകത്തിന്റെ ഏത് കോർണറിൽ പോയി പാർത്താലും ചെയ്തു കൂട്ടുന്ന തെറ്റുകൾക്ക് അവയെല്ലാം സാക്ഷി പറയാനുണ്ടാകും എന്ന് സാരം. സകല തെറ്റുകളും വെളിച്ചത്ത് വരും, എല്ലാം വെളിപ്പെട്ടു വരും. 12-ാമത്തെ വാക്യം നിങ്ങൾ നോക്കൂ. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. മരിച്ചവർ ആബാലവൃദ്ധം. ഏത് കാലഘട്ടത്തിൽ മരിച്ചവരാണ്? ഞാൻ പറഞ്ഞു ഇതിനോടകം നിങ്ങളോട്. ഏത് കാലഘട്ടത്തിൽ മരിച്ചവരാണ്? 4-ാമത്തെ ന്യായാസനം എന്ന് പറയുന്നത് തേജസ്സിന്റെ സിംഹാസനം ന്യായവിധിയാണ്. ഈ 4 സിംഹാസനങ്ങളിലും ഹാജരാകിയിട്ടില്ലാത്തവരെയെല്ലാം 5-ാമത്തെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും. അതിനകത്ത് എല്ലാം ഉൾപ്പെടുന്നു. 5 ന്യായവിധിയാണുള്ളത്. അതിലൊന്ന് കർത്താവിനെ പിതാവായ ദൈവം ന്യായം വിധിച്ചതാണ്. ബാക്കിയുള്ള 3 മനുഷ്യർക്കുള്ളതാണ്. ആ 3 ന്യായവിസ്താരത്തിലൂടെയും കടന്നു പോകാത്തവർ എവിടെ വരും? വെള്ളസിംഹാസനത്തിലെ ന്യായവിധിയിൽ വരും. മരിച്ചവർ ആബാലവൃദ്ധം, ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ വെള്ളസിംഹാസനത്തിലെ ന്യായവിധിക്കായി വരും. ആബാലവൃദ്ധം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രായഭേദത്തെക്കാൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം: ചെറിയവരും വലിയവരും, താണവരും ഉയർന്നവരും, വലിപ്പ ചെറുപ്പമില്ല എന്നർത്ഥം. എല്ലാവരും, വലിയ വലിയ പദവിയിലിരിക്കുന്നവരും ഒരു പദവിയില്ലാത്തവരും, ഇന്നത്തെ വലിയ വലിയ പ്രമാണിമാരും, ഇന്നത്തെ പ്രമുഖന്മാരും, ഇന്നത്തെ ലോകത്തിലെ നമ്പർ 1 കോടീശ്വരന്മാരും, അധികാര കോമരങ്ങളും അന്ത്യന്യായവിധി നാളിൽ കണക്ക് കൊടുക്കാൻ വന്നേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ന്യായം വിധിക്കപ്പെടുന്നത് മരിച്ചവർക്ക് മുഴുവനുമാണ്. യാതൊരു മുഖപക്ഷവും കൂടാതെയുള്ള ന്യായവിധിയായിരിക്കും അത് എന്നതിന് ഒരു തർക്കവുമില്ല.
ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ദുഷ്ടന്മാരുടെ പ്രവൃത്തികൾക്ക് തെളിവ് ഹാജരാക്കുവാൻ കർത്താവിന് യാതൊരു പ്രയാസവും ഉണ്ടാകുകയില്ല. അവന് ഒളിക്യാമറയല്ല, അവന്റെ കയ്യിലെല്ലാം ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വെറുതെ ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്തപ്പോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ യാത്ര പോയ എല്ലാ സ്ഥലങ്ങളും ഗൂഗിളിനകത്തുണ്ട്. ഞാന് താമസിച്ച സ്ഥലം, വണ്ടി നിർത്തിയ സ്ഥലം ഉൾപ്പെടെ എല്ലാം ഉണ്ട്. നമ്മളിതൊന്നും അറിയണില്ല, പക്ഷെ അതെല്ലാം ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൂഗിളിന്റെ കയ്യിലെല്ലാം ഉണ്ട്. എടാ, ഗൂഗിളിന്റെ കയ്യിലെല്ലാം ഉണ്ടെങ്കിൽ തമ്പുരാന്റെ കയ്യിൽ എല്ലാം ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. ഒരു കാര്യവും മറവല്ല. ആധാർ നമ്മുടെ സകല വിവരങ്ങളും അതിനകത്ത് കയറ്റി. ആരുടെ എല്ലാം കയ്യിലുണ്ട് പങ്കുവെക്കരുതെന്നൊക്കെ പറഞ്ഞാണ് എല്ലാരും കൊണ്ടോണേ. പക്ഷെ ലോകത്തെ എല്ലാവരുടെയും കയ്യിൽ ഇതെത്തിയിട്ടുണ്ടാകാം. ഇന്ന് വാർത്ത കണ്ടു, അത് മരവിപ്പിക്കുകയാണ്. അതിനേക്കാൾ ഉഗ്രൻ സാധനം പിന്നാലെ വരും അത്രേ. ചുരുക്കി പറഞ്ഞ ഈ പാവങ്ങളായ നമ്മുടെ സകല രഹസ്യങ്ങളും നമ്മൾ വളരെ പവിത്രമായി സൂക്ഷിക്കുന്നതെല്ലാം ഒറ്റ ക്ലിക്കിൽ ആമ്പിള്ളേർക്ക് കിട്ടുമെന്ന് ചുരുക്കം. അതുകൊണ്ട് ഒന്നും മറവല്ല. പക്ഷെ ഈ രഹസ്യങ്ങളെല്ലാം പിടിച്ചു വാങ്ങിച്ച് കൈകാര്യം ചെയ്യുന്നവരുടെ രഹസ്യങ്ങളും പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു ദിവസം അതും പിടിക്കപ്പെടും. അപ്പോ ലോകാരംഭം മുതൽ കായീൻ മുതലുള്ള സകല ദുഷ്ടതകളുടെയും റെക്കോർഡ്സ് വലിയവനായ കർത്താവിന്റെ കയ്യിൽ ഉണ്ട് എന്ന് ചുരുക്കം. ഒന്നും മറവല്ല. ഇന്ന് ഗവൺമെന്റ് ഓഫീസുകളിൽ ഓരോ ജീവനക്കാരന്റെയും രഹസ്യ വിവരങ്ങൾ മേലധികാരികൾ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ അവന്റെ മക്കളായി അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ എന്ന് ആക്ടിവേറ്റായോ അന്ന് മുതലുള്ള മുഴുവൻ റെക്കോർഡ്സും കർത്താവിന്റെ പക്കലുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചെയ്ത സകല പ്രവൃത്തികൾക്കും അവിടെ തെളിവുണ്ട്. നമ്മളൊക്കെ എങ്ങനെ രക്ഷപ്പെട്ടിരിക്കണമെന്ന് അറിയാമോ? നമുക്കൊരു അഡ്വക്കേറ്റ് അവിടെ ഉണ്ട് വാദിക്കാൻ. നമുക്കൊരു അഡ്വക്കേറ്റ് അവിടെ ഉണ്ട്. ഇരവും പകലും നമ്മൾക്ക് വേണ്ടി വാദിക്കാൻ ഒരു ഗവൺമെന്റ് പ്ലീഡർ അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളൊക്കെ മിടുക്കന്മാരായിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ജനനം മുതൽ മരണം വരെയുള്ള സകല വിവരങ്ങളും സ്വർഗത്തിൽ ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള സകല തെറ്റുകുറ്റങ്ങളും മുഴുവനായും പ്രദർശിപ്പിക്കപ്പെടും. നമ്മുടെ മുമ്പിൽ നമ്മൾ TV-യിൽ കാണുന്ന പോലെ, സ്ക്രീനിൽ കാണുന്ന പോലെ, ക്യാമറയിൽ കാണുന്ന പോലെ എല്ലാം കാണിച്ചു തരും. സകലതും വെളിപ്പെട്ടു വരും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇപ്പോൾ ക്രിസ്തയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അതുകൊണ്ട് കർത്താവിൽ ആകുന്നത് ജീവിതത്തിലെ ഭാഗ്യം. അല്ലെങ്കിൽ ഇതെല്ലാം വെളിപ്പെട്ടു വരും. അറയിൽ പറഞ്ഞത് പുരമുകളിൽ ഘോഷിക്കും. രഹസ്യത്തിൽ പറഞ്ഞത് മാത്രമല്ല, ചിന്തിച്ചത്, ചെയ്തു കൂട്ടിയത്, മറച്ചു വെച്ചത്, ആരും കണ്ടിട്ടില്ല എന്ന് ചിന്തിച്ചിട്ടുള്ളത്, എന്നതാ മറവായിട്ടുള്ള എല്ലാം വെളിപ്പെട്ടു വരും. ദൈവത്തിന് സ്തോത്രം. ഇപ്പോ കൃപയുടെ കാലയളവാണ്. ഇപ്പോൾ പിടികൊടുത്താൽ ചെയ്തതെല്ലാം ഡിലേറ്റ് ആയി പോകും. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ പിടികൊടുത്തില്ലെങ്കിൽ ചെയ്തതെല്ലാം വെളിപ്പെടുത്തും. ഏത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം.
മാപ്പ് സാക്ഷി എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ചില കുറ്റങ്ങൾ തെളിയിക്കപ്പെടാനായിട്ട് നിയമവ്യവസ്ഥയിൽ മാപ്പ് സാക്ഷികളാക്കും ചിലരെ. അവനെല്ലാം പറയും, എന്നിട്ട് അവന്റെ ശിക്ഷ ഇളവ് ചെയ്തു കൊടുക്കും. ഒരു ഓഫർ. ദൈവമക്കളെ, ഇപ്പോൾ നമ്മുടെ എല്ലാ കുറ്റങ്ങളും ഏറ്റുപറയാൻ പറ്റിയ നല്ല കാലാവസ്ഥയാണ്. എന്ത് പറഞ്ഞാലും ക്ഷമിച്ചു തരുന്ന കാലമാണ്. എന്നാൽ പിന്നത്തേതിൽ ഒന്നും ക്ഷമിക്കപ്പെടുകയല്ല, ശേഖരിക്കപ്പെടുകയാണ്. അതിനെല്ലാം കണക്ക് കാണിക്കുക മാത്രമല്ല, അതെല്ലാം വെളിപ്പെട്ടു വരും, വെളിവാക്കപ്പെടും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊന്നും പറയാൻ നിൽക്കണ്ട. അതെല്ലാം പറയേണ്ടി വരില്ല, നമ്മളുടെ ഫോട്ടോ സഹിതം വെളിപ്പെട്ടു വരും. അവരുടെ രഹസ്യ ജീവിതം മുഴുവൻ അവരുടെ കണ്ണിന്റെ നേരെ കർത്താവ് പ്രദർശിപ്പിക്കും. പിന്നെ സാക്ഷികളുടെ ആവശ്യം എന്തിനാ? എല്ലാം അവിടെ വെളിപ്പെട്ടു വരും. ആ വാക്യത്തിൽ നമ്മൾ 2-ാം ഭാഗത്ത് കണ്ടത് ജീവപുസ്തകം എന്ന് പറയുന്നത് സ്വർഗത്തിന് അവകാശികളായ രക്ഷിക്കപ്പെട്ടവരുടെ പേരുകൾ എഴുതിയ പുസ്തകമാണ് ജീവപുസ്തകം. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്ന ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. പിന്നെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിയിടും. ഇവിടെ 2 പുസ്തകത്തിന്റെ പേര് നിങ്ങൾ കണ്ടോ? ഒന്ന് ജീവന്റെ പുസ്തകം, മറ്റൊന്ന് ജീവപുസ്തകം. ജീവപുസ്തകം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ പേരുകൾ എഴുതപ്പെട്ട പുസ്തകമാണ്. ജീവന്റെ പുസ്തകം എന്ന് പറയുന്നത് അങ്ങനെയല്ലാത്തവരുടെ പേരുകൾ എഴുതിയ പുസ്തകമായിരിക്കാം എന്നാണ് വേദപണ്ഡിതാക്കൾ പറയുന്നത്. രക്ഷിക്കപ്പെടാത്തവരുടെ പുസ്തകം ജീവന്റെ, മറ്റത് ജീവപുസ്തകം. അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ കണ്ടില്ലേ? മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നത് കണ്ടു, പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. 2 പ്രയോഗങ്ങളുണ്ട്. ഒന്ന് ജീവന്റെ പുസ്തകമെന്നും മറ്റൊന്ന് ജീവ പുസ്തകമെന്നും. അപ്പൊ അതിനെക്കുറിച്ച് വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് ജീവന്റെ പുസ്തകം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടാത്തവരുടെ പേരുകളും, ജീവപുസ്തകം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ പേരുകളും എഴുതിയ പുസ്തകങ്ങളായിരിക്കാം എന്നതാണ്. രക്ഷിക്കപ്പെട്ട ജീവനുള്ള എല്ലാ വീണ്ടും ജനിച്ച ദൈവമക്കളുടെ പേരുകൾ, അവരാണ് യഥാർത്ഥത്തിൽ ജീവനുള്ളവർ. അവരുടെ പേരുകൾ എഴുതപ്പെട്ട വീണ്ടും ജനിച്ച ദൈവമക്കളുടെ പേരുകൾ ജീവപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി എന്ന് പറയുന്നതിനാൽ അപ്പൊ നമുക്ക് തോന്നിയേക്കാം, നമുക്ക് ഇനിയും അവിടെ പ്രതിഫലം കിട്ടുമെന്ന്. ഇല്ലില്ലില്ല. അവിടെ നമ്മൾക്കല്ല, നമ്മുടെ പേരല്ല. നമ്മൾ ഓൾറെഡി ആരുടെ കൂടെയുണ്ട്? കർത്താവിനോടൊപ്പമുണ്ട്. അവിടെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും എന്ന് പറയുന്നത് സഹസ്രാബ്ദ വാഴ്ചയിൽ കർത്താവിന്റെ രാജ്യത്വം അംഗീകരിക്കാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിയിടുന്ന. ജീവന്റെ പുസ്തകം തുറന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെടാത്ത, ദൈവത്തെ ഭയപ്പെടാത്ത, ന്യായപ്രമാണ കാലത്തോ അല്ലെങ്കിൽ മനസ്സാക്ഷിയുടെ കാലത്തോ യാഗം ചെയ്ത് ദൈവത്തോട് സഖ്യത ചെയ്യാത്ത, കൃപായുഗത്തിൽ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കാത്ത, സഹസ്രാബ്ദ വാഴ്ചയിൽ ക്രിസ്തുവിന്റെ രാജ്യത്വം അംഗീകരിക്കാത്ത അവരെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരെന്നുള്ളത്. ആരാണ് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവർ നമ്മൾ ഉദ്ദേശിക്കുന്നത്?
ക്രിസ്തുവിന്റെ രാജ്യത്വം അംഗീകരിച്ചവരെയാണ്. നമ്മളുടെ പേരുകളുടെ പിന്നാലെ അവരുടെ പേരുകളും ജീവപുസ്തകത്തിൽ ചാർത്തപ്പെട്ടിട്ടുണ്ട്. നരകശിക്ഷ എല്ലാ ദുഷ്ടന്മാരും ഒരുപോലെ അനുഭവിക്കേണ്ടി വരും. ജീവന്റെ പുസ്തകം എന്ന പ്രയോഗം പുതിയ നിയമത്തിൽ 7 പ്രാവശ്യം നമുക്ക് കാണാം. ഫിലിപ്പിയ ലേഖനം 4:3, വെളിപ്പാട് 3:5, 13:8, 17:8, 20:12, 21:27. പേരെഴുതുന്ന പുസ്തകത്തെ പറ്റി പഴയ നിയമത്തിൽ 3 സ്ഥലത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. പേരെഴുതുന്ന പുസ്തകത്തെ പറ്റി പഴയ നിയമത്തിൽ 3 സ്ഥലത്ത് കാണാം. ഒന്ന് പുറപ്പാട് 32:32, മറ്റൊന്ന് സങ്കീർത്തനം 69:28, മലാഖി 3:16. ഇനി 14ാമത്തെ വാക്യം. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. സകല ജലാശയങ്ങളും എന്നാണ് ഇവിടെ പറയുന്നത്, ഉദ്ദേശിക്കുന്നത്. ഇവിടെ അർത്ഥമാക്കുന്നത് നൂറ്റാണ്ടുകളായി വിവിധ ജലാശയങ്ങളിൽ വീണ് മരിച്ചവരെ സമുദ്രം ന്യായവിധിക്കായി വിട്ടുകൊടുക്കും. അപകട മരണങ്ങളായാലും സാധാരണ മരണങ്ങളായാലും ദൈവത്തിന്റെ വെള്ളസിംഹാസനത്തിന്റെ മുൻപിൽ വെളിപ്പെടും എന്ന് യോഹന്നാൻ ഇവിടെ വളരെ കൃത്യമായി വെളിപ്പെടുത്തുകയാണ്. മരിച്ച് അധമ പാതാളത്തിൽ കിടക്കുന്നവരും ഉയർത്തെഴുന്നേൽക്കും. അതാണ് ദുഷ്ടന്മാരുടെ പുനരുദ്ധാനം എന്ന് നമ്മൾ പറഞ്ഞത്. മൃഗങ്ങൾ വിഴുങ്ങിക്കളഞ്ഞ് മൃഗങ്ങൾ ശാപ്പാടാക്കി കഴിച്ചുപോയ ധാരാളം ദൈവമക്കളുണ്ട്. സിംഹത്തിന്റെ കൂട്ടിലേക്ക് വലിച്ചെറിയപ്പെട്ട ഭക്തന്മാരുണ്ട്. സകല മനുഷ്യരെയും വെള്ളസിംഹാസനത്തിന്റെ മുൻപിൽ കൂട്ടും. സമുദ്രം തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കും. മരിച്ചവർ പുനരുത്ഥാനം പ്രാപിക്കുമെന്ന്, അവർക്കൊരു പുനരുത്ഥാനമുണ്ടെന്ന് ദൈവവചനം വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നു. സകല മനുഷ്യരുടെയും ഓരോ കോശങ്ങളിലും അടങ്ങിയിരിക്കുന്ന DNA എന്ന വസ്തു ഒരിക്കലും നശിക്കില്ല. അത് നശിക്കുന്ന സാധനമല്ല. അത് മാത്രം മനുഷ്യന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ദൈവത്തിന്റെ മാത്രം സൃഷ്ടിയാണ്. മനുഷ്യനെല്ലാം ഉണ്ടാക്കാം, പക്ഷെ DNA അത് ദൈവത്തിന്റെ ലോക്കാണ്. അത് നശിക്കുന്നതല്ല. എത്ര ലക്ഷം വർഷം കഴിഞ്ഞാലും അതൊന്നു ചേർന്ന് സകല മനുഷ്യരും ഉയർത്തെഴുന്നേൽക്കുമെന്ന് ശാസ്ത്രം അവകാശപ്പെടുന്നു, പുസ്തകം അവകാശപ്പെടുന്നു. സകല മനുഷ്യരും ഉയർക്കും. മഹത്വരഹിത ശരീരമായിരിക്കും പാതാളത്തിൽ നിന്ന്, അധമ പാതാളത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നവർക്ക്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, മഹത്വ ശരീരികളായിരിക്കും കർത്താവിന്റെ വരവെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുന്നവരെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ വിശ്വസിക്കുവാൻ മനുഷ്യർക്ക് പ്രയാസമായിരുന്ന വസ്തുത ഇന്ന് ലോകം അംഗീകരിക്കുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് വെളിപ്പാട് 3:21 കാണാം. തന്റെ ചലിപ്പിക്കുന്ന വ്യാപാര ശക്തിയാൽ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന, ഒരുമിച്ച് ചേരട്ടെ എന്ന് കൽപ്പിക്കുമ്പോൾ സകല DNA-യും ഒന്നിച്ചു ചേർന്ന് സ്വർഗീയ ശരീരം പ്രാപിക്കും. സ്വർഗീയ ശരീരം പ്രാപിക്കും. അവയെല്ലാം സത്യമാണെന്ന് വളരെ കൃത്യമായി ശാസ്ത്രലോകം നമ്മെ പഠിപ്പിക്കുന്നു. വിമാന അപകടങ്ങൾ നേരിട്ടാൽ അതിനകത്തൊരു അത്ഭുത വസ്തുവുണ്ട്. അതിന്റെ പേരാണ് ബ്ലാക്ക് ബോക്സ്.
ആ വിമാനത്തിന്റെ അപകടം നടന്ന സമയത്തുള്ള സകലതും റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഒരു പെട്ടിയാണ്. അത് കണ്ടുകിട്ടിയാൽ വിമാനം എന്ത് സംഭവിച്ചു എന്നറിയാം. അത് ലോകത്തിന് വിമാനത്തിൽ സ്ഥാപിക്കാമെങ്കിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന്റെ സകല രഹസ്യങ്ങളെയും വെളിപ്പെടുത്താൻ കഴിയുന്ന, മനുഷ്യനെ വീണ്ടും പുനരുത്ഥാന ശരീരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ദൈവത്തിന്റെ അത്ഭുതകരമായ സൃഷ്ടിപ്പിന്റെ വേളയിൽ അവൻ ഉപയോഗിച്ച ഒന്നാണ് DNA. ഇതൊന്നും വേണ്ടെങ്കിലും അവൻ കൽപ്പിച്ചാൽ എല്ലാം രൂപപ്പെടും. മഹത്വ ശരീരികളായി വിശുദ്ധന്മാരും മഹത്വരഹിത ശരീരികളായി ദുഷ്ടന്മാരും വെള്ളസിംഹാസനത്തിന്റെ മുൻപിൽ വെളിപ്പെട്ടു വരും. എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? മഹത്വ ശരീരവും മഹത്വരഹിത ശരീരവും തമ്മിലുള്ള അന്തരം എന്താണ്? മഹത്വ ശരീരികൾക്കാണ് സ്വർഗീയ മഹത്വങ്ങളെ അനുഭവിക്കാൻ കഴിയൂ. മഹത്വരഹിത ശരീരങ്ങൾക്ക് നരകത്തിലെ യാതന അനുഭവിക്കാൻ കഴിയും. യാതന അനുഭവിച്ചേ പറ്റൂ, അനുഭവിക്കാൻ കഴിയും. പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി എന്ന് പറയുന്നത് അവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. ശിക്ഷാവിധിയുടെ വ്യത്യസ്തമായ സ്വഭാവം ഒരു പ്രാവശ്യവും കൂടി ഉറപ്പിച്ചു പറയുകയാണ്. ശിക്ഷാവിധിക്ക് വൈവിധ്യതയുണ്ട്. പ്രവൃത്തികൾക്കടുത്ത വിധി. എല്ലാ പ്രവൃത്തികൾക്കും ന്യായവിധി നാളിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. 14-ാം വാക്യം നമുക്ക് പിന്നീട് എടുക്കാം. 14-ഉം 15. ന്യായവിധി നാളിൽ കണക്ക് പറയേണ്ടി വരും. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ. കർത്താവിൽ ജീവിച്ച് കർത്താവിൽ മരിക്കാൻ സാധിച്ചാൽ അവന്റെ വരവിങ്കൽ പുനരുത്ഥാന ശരീരം പ്രാപിച്ച് മഹത്വ ശരീരം പ്രാപിച്ച് നമുക്ക് അവനോടുകൂടെ പോകാം. അല്ലെങ്കിൽ വെള്ളസിംഹാസനത്തിലെ ന്യായവിധി നാളിൽ അവൻ മരിച്ചവരെ ആപാലവൃത്തം കൂട്ടുമ്പോൾ ആ കൂട്ടത്തിൽ നിൽക്കേണ്ടി വരും. ആകയാൽ തീരുമാനിക്കാം, എനിക്ക് ഈ ഭൂമിയിൽ പരിമിതമായ ഒരായുസ്സേ എനിക്കുള്ളൂ. അത് എൻ്റെ കർത്താവിനോട് കൂടെ നിത്യത വാഴേണ്ടതിന് ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. സ്നേഹവാനായി ഞങ്ങളുടെ ദൈവമേ, കരുണയുള്ള ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഇന്ന് കേട്ട വചനത്തിന്റെ മുൻപിലായി ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്കൊരു ന്യായവിധിയുണ്ട്. നിന്നെ സ്വീകരിക്കാത്തവർക്കൊരു ശിക്ഷാവിധിയുണ്ട്. ഞങ്ങളത് വ്യക്തമായി തിരിച്ചറിയുന്നു ദൈവമേ. ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാൻ, ഒരുക്കാൻ, ഞങ്ങളുടെ വരവിനായി കാത്തിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാ ദൈവമക്കളെയും അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് മഹത്വം എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.